അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ നാരങ്ങയുടെ നീരും ചേർത്ത് മിക്സ് ചെയ്ത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 4 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉപ്പ് പൊടി കൂടി ചേർത്തിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സവാളയിൽ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഇപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കുന്ന കറിവേപ്പില ചേർത്തായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു അരപ്പിൻ്റെ ഒരു രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരു കല്ലിലൊക്കെ അരച്ച ഒരു പാകത്തിന് ഇതുപോലെ. ഇത് ഗോൾഡൻ ബ്രൗൺ കളറാക്കി വഴറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം എന്താ പച്ചമണമൊക്കെ മാറി അത് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകത്തിന് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അതിലേക്ക് ചിക്കൻ കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ചിക്കനിലെ വെള്ളം ഇറങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 5 പച്ചമുളകും ഒരു 3 ചെറിയ തക്കാളി, ചെറുതായതുകൊണ്ടാണ് 3 എടുത്ത്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, അതായത് എത്രമാത്രം ഗ്രേവി ആവശ്യമുണ്ടോ അത്രയ്ക്ക് അതിന് മാത്രമുള്ള വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചൊരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കണം. വേറെ മസാലകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, അതായത് കറുവാപ്പട്ട, ഗ്രാമ്പൂ അതൊന്നും ചേർത്തിട്ടില്ല. അതിന് പകരം ഗരം മസാല മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ പോപ്പി സീഡ്സ് ആണ്. ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്തതാണ്. ഇതൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിന് പകരം കാഷ്യൂനട്ട് അരച്ചിട്ടാണെങ്കിലും ചേർക്കാം, കുതിർത്ത് അരച്ചാണെങ്കിലും ചേർക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വേണ്ടിയിട്ടാണ്. ഇപ്പം ഇതാ നല്ല തിളയൊക്കെ വന്നു തുടങ്ങി, കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.